വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വചനം. എന്റെ ജീവിതം എന്താണ്? ദേ നമ്മൾ പറയുന്നു, വചനം വായിക്കുന്നു. ഞാൻ അവർക്ക് പറ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഈ ലോക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എത്ര സുന്ദരമാണ് പ്രിയമുള്ളവരെ. എൻ്റെ ജീവിതം എന്താണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഉണ്ടാക്കിയത് ആ ഞാനാണ് ഈ പ്രശ്നം. ഈ ഉള്ളിലിരിക്കുന്ന ഞാൻ, നമ്മൾ ജനിച്ചപ്പോഴൊക്കെ നല്ല കുട്ടികളായിരുന്നു. ഞാനുണ്ടായിരുന്നില്ല. വലുതായി വലുതായി തോറും വലുതായി വന്നത് ഞാനാ. യോഹന്നാൻ ശ്ലീഹ എന്താ പറഞ്ഞത്? ക്രിസ്തു എന്നിൽ വളരണം, ഞാൻ 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 ചെറുതാകണം, ക്രിസ്തു വലുതാകണം. നമ്മുടെ ഉള്ളിലെ ഏതാ വലുതായി? ഞാൻ വലുതായി, ഞാൻ വളരെ വലുതായി, ക്രിസ്തു അപ്പോ ചെറുതായി. ഇനി നമ്മുടെ ജീവിതത്തില് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്? കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം, കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ കൂടെ നമ്മളിപ്പോൾ വായിക്കരുത്. 5-6 മുതലുള്ള വാക്യങ്ങൾ അച്ഛൻ വായിക്കാം. നമുക്ക് ഒരുമിച്ച് അത് പങ്കുവയ്ക്കുകയും ചെയ്യാം. 5-ാം അധ്യായം 6 മുതൽ. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഓർക്ക് പറ, നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണ്. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക, അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ജീവിതം എന്താണെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു.
നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമ്മൾ വായിച്ചു. ഇനി റോമാലേഖനം 8-ാം അധ്യായം 28, അതാരും മറക്കാത്ത വചനമാണ്. റോമ 8:28 എന്തായിരിക്കും അത്? റോമ 8:28 എന്താ? ആരും മറക്കില്ല. ഞാൻ വായിക്കാം, നമ്മൾ ഏറ്റു പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കണേ? സഹോദരൻ, നമ്മൾക്ക് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും, മരണം പോലും സംഭവിച്ചാലും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് നന്മയായിട്ടാണ് പരിഗണിക്കുക. റാണി മരിയായുടെ ജീവിതം എത്ര അതിദാരുണമായ മരണമാണ്. ഇന്ന് അത് എത്ര പേരുടെ നന്മയായിട്ടാണ് മാറുന്നത്. ക്രിസ്തുവിന്റെ മരണം എത്രയോ കഠോരമാണ്. ആ മരണമാണ് നമ്മൾക്ക് രക്ഷയായി നന്മയായി മാറിയത്. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി നമ്മൾ സഹിക്കുന്നെങ്കിൽ, മരിക്കുന്നെങ്കിൽ അതൊരിക്കലും നമുക്ക് നഷ്ടമല്ല പ്രിയമുള്ളവരെ, അത് ലാഭമാണ്. അതിനെക്കുറിച്ചാണ് പൗലോസ്ലീഹ ലാഭമാണോ നഷ്ടമാണോ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവ കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതം ഈ മരിക്കാറാവും മനുഷ്യൻ എന്തിനാ അങ്ങനെ ജീവിച്ച? ലാഭമാണോ നഷ്ടമാണോ എന്റെ ജീവിതം? അച്ഛൻ വചനം പറയുന്നു, എല്ലാവരും ഏറ്റു പറയുക. 3-ാം അധ്യായം 7-ാമത്തെ വചനം തൊട്ട്. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായതിനാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണുന്നതിനും വേണ്ടിയത്രേ. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും അച്ഛനീ അവസാനത്തെ ശുശ്രൂഷ കൊടുക്കാൻ പോലോ രോഗീലേപനം ഞങ്ങൾ എന്തോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ ഒരു 34 വർഷമായി അച്ഛനായിട്ട്. ഈ മരിക്കാൻ പോണ ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ വികാരത്തോടെ കിടക്കുന്ന മനുഷ്യരെ കണ്ടാണ്. എന്നാൽ ചില മനുഷ്യർക്ക് അവർ ഈ ലോകത്തു നിന്ന് പോകുന്നതിൽ യാതൊരു ആകുലതകളുമില്ല. ഒരു ആഞ്ചലമ്മ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ഞാൻ തൃശ്ശൂര് കൊക്കാല മഠത്തിന്റെ കപ്പുളനായിരുന്നപ്പോൾ, ആ സിസ്റ്റർ കുറെ പ്രായമായി, അസുഖമാണ്. കുർബാന കഴിഞ്ഞാൽ കുറെ നേരം ഞാൻ വർത്താനം പറയാം ആ സിസ്റ്റർ. ഞാൻ അവിടുന്ന് പോന്നു. അതിനുശേഷം സിസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ സിസ്റ്റർ ഇങ്ങനെ സീരിയസ് ആണ്. അപ്പൊ ഞാൻ ഈറോഡ്, പാലക്കാട് ഈറോഡ് അവിടെ FCC സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുന്ന സമയം അവിടേക്ക് ഒരു കോള് വന്നു. അച്ഛാ സിസ്റ്റർ ഇത്തിരി സീരിയസ് ആണ്, സിസ്റ്റർ അച്ഛനെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, അവസാനമായിട്ടൊരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ സിസ്റ്റേഴ്സിനോട്, നിങ്ങൾ കുറച്ച് ഇന്നത്തെ ദിവസം ഇനി നിങ്ങൾ വായിച്ച് ധ്യാനിച്ചിരിക്കും, ഞാൻ പോണം. അങ്ങനെ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. തൃശ്ശൂര് കല്ലൂര് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് സിസ്റ്റർ കിടക്കണം ICUവിൽ. ഞാൻ കിട്ടാവുന്ന സ്പീഡിൽ വണ്ടിയിൽ വന്ന് ഇറങ്ങി ആ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ സിസ്റ്റേഴ്സ് വന്നിട്ട് പറഞ്ഞു, അച്ചോ സിസ്റ്റർ മരിച്ചു.
എനിക്ക് ഭയങ്കര പ്രയാസമായി. ഇങ്ങനെ ഒരാൾ മരിക്കണേന് മുമ്പ് കാണണമെന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര നേരത്തെ വരാൻ പറ്റുള്ളൂ, നിവൃത്തിയില്ലാണ്ടാണ്. എന്നാലും സിസ്റ്റർ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഞാൻ നടന്ന് ഐസിയുടെ അടുത്ത് കയറി ചെല്ലുമ്പോൾ അതിൽ നിന്ന് 2-3 ഡോക്ടേഴ്സ് വെയിറ്റ് സിസ്റ്റർ മരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളൊരു വെയിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 സിസ്റ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഡോക്ടേഴ്സ് കയറി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ കണ്ണൂർന്നു. അപ്പോ വീണ്ടും സിസ്റ്റർ ആവശ്യപ്പെട്ടു, അച്ഛനെ എനിക്ക് കാണണമെന്ന്. അപ്പോൾ നീ അച്ഛനെ കാണുന്നു പറയുന്നത് ഞാൻ അകത്തേക്ക് കയറി. അപ്പൊ സിസ്റ്റർ നോർമലായിട്ട് കിടക്കുക. ഞാൻ വെച്ചാൽ എന്താ സിസ്റ്റർ എന്നെ കാണണമെന്ന് പറഞ്ഞ്. അപ്പൊ ആ സിസ്റ്റർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചേ, പക്ഷെ മരിച്ചിട്ടില്ല, എന്തോ കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു 1 മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് കൊള്ളുന്നു, അച്ഛാ സിസ്റ്റർ മരിച്ചു. ഒരു ആകുലതകളില്ലാതെ ജീവിതത്തിന്റെ അവസാന സമയം ഞാൻ മരിച്ചു എന്നാ കരുതിയേ, ഞാൻ മരിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മരണസമയത്ത് സമാധാനം കിട്ടില്ല. നിങ്ങള് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങള് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ ലേഖനത്തിലെ, യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം അച്ഛൻ വായിക്കാം, നമുക്ക് ഏറ്റു പറയാം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലുണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിൻ്റെതല്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നമ്മൾ സ്നേഹിക്കരുത്. ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതല്ല. ഈ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ ഉപയോഗിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്, സ്നേഹിക്കാനുള്ളതല്ല. പിന്നെ സ്നേഹിക്കാനുള്ളത് എന്താ? മനുഷ്യരെ സ്നേഹിക്കണം, വസ്തുക്കളെ വസ്തുക്കളെ ഉപയോഗിക്കണം, മനുഷ്യരെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? വസ്തുക്കളെ സ്നേഹിക്കും, മനുഷ്യരെ ഉപയോഗിക്കും. അമ്മയുടെ സ്വർണത്തെ സ്നേഹിക്കും, അമ്മേനെ വേണ്ട. മനുഷ്യനെയാണ് സ്നേഹിക്കേണ്ടത്, മനുഷ്യന് ഉപയോഗിക്കാനുള്ളതല്ല. ഉപയോഗിക്കാനുള്ളത് വസ്തുക്കൾ. മനുഷ്യനെ സ്നേഹിക്കണം, വസ്തുക്കളെ സ്നേഹിക്കരുത്. പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. കോട്ടേക്കാടുള്ള ത്രേസ്യാമയ്ക്ക് ചേട്ടൻ ഫോൺ വിളിച്ചു. ത്രേസ്യാമ, അമ്മയ്ക്കെതിരെ സീരിയസ് ആടി. അപ്പൊ ത്രേസ്യാമ ചേട്ടനോട് പറയാണ്, ശരിക്കും സീരിയസ് ആണോ അതോ സാധാരണ സീരിയസ് ആണോ? കാരണം സീരിയസ് ആണോ കുറെ പ്രാവശ്യം ഓടി വരിക, പിന്നെയും പോവാ, പിന്നെ ഓടി വരിക, പിന്നെയും വരിക. അപ്പൊ അവൾക്ക് വിഷമം, ഇത് ഏത് നേരം സീരിയസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും സീരിയസ് ആണോ അതോ സാധാരണ സീരിയസ് ആണോ പറഞ്ഞു. അപ്പോൾ ശരിക്കും സീരിയസ് ആണ്. അന്ന് ഒന്നും നോക്കാനില്ല, പകുതി വന്ന ഇറച്ചി കൂട്ടാൻ മൂടി വെച്ചിട്ട് അവൾ ഇറങ്ങി. അത്ര സ്നേഹമാണ് അവൾക്ക് അമ്പോട്. മനസ്സിലായിണ്ട? ഇറച്ചി കൂട്ടാനല്ല പ്രധാനപ്പെട്ടത്, എൻ്റെ അമ്മയാണ് പ്രധാനപ്പെട്ടത്. അവൾ അങ്ങോട്ട് ഊട്ടിയ കട വന്നു, കൊട്ടേ കടന്നു വന്ന് വീട്ടിൽ കഴിഞ്ഞിട്ട് അമ്മേ. അപ്പോഴേക്ക് ചേട്ടിയേ മരിച്ചിട്ടില്ല അല്ലേ. അവളുടെ അഡ്വാൻസ് ആയിട്ട് പെർഫോമൻസ് തുടങ്ങി. കേറി വന്ന വശം ചേട്ടൻ മരിച്ചിട്ടില്ല അല്ലേ. എന്നാൽ അവിടെ ഭയങ്കര പെർഫോമൻസിനനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പാട്ട് മോശമായാലും പെർഫോമൻസ് നന്നായാല് ശരത്ത് കൂടുതൽ മാർക്ക് കൊടുക്കും. പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അങ്ങനെ ഇവള് വന്ന് ഭയങ്കര പെർഫോമൻസ് ആണ്. പ്രിയമുള്ളവരെ,
നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? അങ്ങനെ അമ്മ മരിച്ച് ഭയങ്കര കരച്ചിലായി. ഈ കരച്ചിൽ തന്നെ ഞാൻ പെർഫോമൻസിന് നല്ല, അതായത് എത്ര ആ ഒരു ആഴം, കരച്ചിലിന്റെ ആഴം അനുസരിച്ചിട്ടാണ് നമ്മൾ അത് പങ്കുവെക്കുമ്പോൾ കിട്ടുള്ളൂ. ഏതാന്ന് ഞാൻ പറയില്ല. നമ്മൾ ആ കരച്ചിൽ നോക്കും. ചിലവര് ഭയങ്കര എല്ലാവരും വിളിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഡീപ്പായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പൊരിഞ്ഞ കരച്ചിലും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് സെമിത്തേരിയിലെ ശവടപ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെത്തി. അപ്പോൾ ചേട്ടൻ അതെടുത്തു കൊണ്ടുവന്നു. ഏത് അതാണെന്ന് ഞാൻ എന്താണെന്ന് പറയില്ല. എന്നിട്ട് പറഞ്ഞു, അമ്മ എല്ലാവർക്കും ഒരുപോലെയാണ് വെച്ചിട്ടുള്ളത്. എന്ത്? അത് ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സംഭവം, ചേട്ടൻ ഒരു കിഴി. ആ കിഴി എടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയുടെ മേത്തുണ്ടായിരുന്നതാണ്. എന്താന്ന് ഞാൻ പറയില്ല. അമ്മയുടെ മേത്തുണ്ടായിരുന്നു. അപ്പോ ഈ കൊട്ടേക്കാടുകാരി, അവർക്ക് ഒരു പെങ്ങളുള്ളോ, ബാക്കിയൊക്കെ ആമ്പിള്ളേരാണ്. ആ കിഴിയെടുത്ത് ചേട്ടൻ, ഇത് അമ്മയുടെ മേത്തുണ്ടായിരുന്നു അവിടെ വെച്ച വശം തന്നെ, ഇവള് ചാടി ആ കിഴിയെടുത്തിട്ട് പറഞ്ഞു, എനിക്കിതൊന്നല്ല വലുത് മോനെ, എനിക്ക് എൻ്റെ അമ്മയാണ് വലുത്. ഈ കിഴിയെടുത്ത് ഞാൻ ജത്തി പിടിച്ചേട്ടാ പറയാനേട്ടാ, എനിക്കിതൊന്നല്ല വലുത് ചേട്ടാ, എനിക്ക് എൻ്റെ അമ്മയാണ് വലുത്. ഇനി ഇവിടെ നീ സാധനം കിട്ടില്ല കേട്ടോ, ഒരു കാലത്ത് കിട്ടില്ല അത്. എനിക്കിതൊന്നല്ല വലുത്, എൻ്റെ അമ്മയാണ് വലുത്. പൊട്ടിക്കരച്ചില്. അത് പറച്ചില് മാത്രല്ല, കരച്ചില് മാത്രല്ല, അതാ പറഞ്ഞിട്ട് അവള് ഒരു കൊട്ടേഷനാണ് പറഞ്ഞു, ചേട്ടാ അമ്മയുടെ സ്വർണ്ണം പെൺമക്കൾക്കുള്ളതാണ് ചേട്ടാ. കൊറിന്തോസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 35-ാം വാക്യം. ചേട്ടന്റെ കണ്ണ് തള്ളിപ്പോയി. എന്റെ അമ്മേ, ഈ പൗലോസ്ലീഹയുടെ ഒരു കാര്യം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവളാണെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആളാ. കൊട്ടേഷൻ പറഞ്ഞാൽ ചേട്ടൻ അത് അല്ല എന്ന് പറയാനുള്ള കഴിവ് ചേട്ടനും ഇല്ല. എന്റെ അമ്മോ, കൊറിന്തോസ്യർക്ക് 5:35 എന്റെ അമ്മ ഒന്നും മിണ്ടാനില്ല. കൊട്ടേഷൻ പറഞ്ഞോടുകൂടെ പിന്നെ എല്ലാം ശാന്തായി. ഇത് അമ്മയുടെ സ്വർണം ആർക്കുള്ളതാണ്? അല്ല, ആർക്കുള്ളതാണ്? പറ. പെൺമക്കൾ വേണേ പറഞ്ഞോ, ആർക്കുള്ളതാണ്? പെൺമക്കൾക്കുള്ളതാണ്. അപ്പൊ ഈ പ്രഹസനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താഴെയുള്ള അനിയൻ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതെന്താ സംഭവം എന്നൊക്കെ. ഇതൊക്കെ എത്ര വീടുകൾ എന്തെല്ലാം നടക്കും, ഇതിനേക്കാളും അംഗമെട്ടുകൾ നടക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈ ലോകത്തില് നമ്മൾ ലോകത്തോടുള്ള മമത, നമ്മുടെ ബംഗാളിലത്തെ മമതയല്ല, ഇത് ലോകത്തോടുള്ള മമത മനസ്സിലായിണ്ട? ഇതാണ് നമ്മുടെ ജീവിതത്തെ കർത്താവിൽ നിന്ന് അകറ്റുന്നത്. ഈ സംഭവം പെർഫോമൻസ് കണ്ടപ്പോണ്ടല്ലോ, അമ്മയുടെ സ്വർണം പെൺമക്കൾക്കുള്ളതാണെന്ന് നമ്മൾ ചേട്ടൻ ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ, അമ്മ ആ പെൺകുട്ടി പറയാണ്, ഇതെന്റെ മേത്ത് കിടക്കുമ്പോ എന്റെ അമ്മ കൂടെയുള്ളത് പോലെയാണ് ചേട്ടാ. വേണമെങ്കിൽ പഠിച്ചു വച്ചോ. ഇതെന്റെ മേത്ത് കിടക്കുമ്പോ എന്റെ അമ്മ എന്റെ കൂടെയുള്ളത് പോലെയാണ് ചേട്ടാ. വേണമെങ്കിൽ വല്ല എഴുതി വെച്ചോ. ഇത് കണ്ടപ്പോ അനുജനുണ്ടല്ലോ, അനുജന് ഭയങ്കര തമാശ തോന്നി. അനുജ അമ്മേടെ മുറിയിൽ പോയിട്ട് അവിടെ അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന കൊന്ത വെന്തിങ്ങൊക്കെ ഉണ്ട്, അത് എടുത്തു വന്നിട്ട് പറഞ്ഞു, ചേച്ചിയെ ഇത് അമ്മയുടെ മേത്തുണ്ടായിരുന്നതാണ് ചേച്ചി. എന്നിട്ട് കൊന്തിയും വെന്തിങ്ങും ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. കൊടുത്ത വശം നിങ്ങൾ മനസ്സിലാക്കണം, സ്നേഹം. ചേച്ചി എടുത്തിട്ട്, മോനെ നിനക്കും വേണ്ട അമ്മയുടെ സ്നേഹം എന്റെ കഴുത്തിലായിട്ട് കൊടുത്തു. ഇതാണ് അഗാപ്പെ. ഇങ്ങനെ പങ്കുവെക്കുന്ന സ്നേഹമാണ് സഹോദരി. മനുഷ്യനെ എന്തൊക്കെ, എന്നിട്ട് പള്ളിയിലൊന്ന് ഹാലലിയ, യേശുവേ യേശുവേ സ്തോത്രം, ഹാലലിയ ഹാലലിയ. ഇതാണ് മനസ്സ്. ഈ ലോകത്തിലെ ഈ വസ്തുക്കളെയും, ഞാനിത് UK പോയപ്പോ അവിടെ ഈ അമ്മയുടെ സ്വർണം പെൺമക്കൾക്കുള്ള കൊട്ടേഷനൊക്കെ പറഞ്ഞ് ധ്യാനൊക്കെ കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ വന്നിരിക്കുക കൊച്ചിയിലേക്ക് വരാൻ. അവിടെ ഇരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്തു. ഹലോ, ആരാ? അച്ഛൻ്റെ ധ്യാനം കൂടിയ ആളാണ്. എന്തേ വിളിച്ചേ? അച്ഛനാ അമ്മയുടെ സ്വർണം പെൺമക്കൾക്കുള്ളതാണ് പറഞ്ഞല്ലോ. ആ കൊട്ടേഷൻ ഞാൻ നോക്കി, അത് കാണാനില്ല. അല്ല, കൊറിന്തോസ്യർക്കില്ലേ, അത് ആ അച്ഛൻ പറഞ്ഞത് തെറ്റാ.
ഞാന് വെളിപാട് വരെ പോയി. ഈശ്വരാ, നിങ്ങൾ ചിരിക്കരുത്. ആ കുട്ടിക്ക് ബൈബിള് വായിക്കാനുള്ള ത്വര കൊണ്ട് വായിച്ചതാണ്, മനസ്സിലായില്ല? അവള് വെളിപാട് വരെ പോയിന്ന്. ഏത് കാണാൻ? അമ്മയുടെ സ്വർണം പെൺമക്കൾക്കാണെന്ന് കണ്ടെത്താൻ വേണ്ടി അവള് വെളിപാട് വരെ പോയിന്ന്. വെളിപാട് ഇവിടെ കിടക്കണേ, എന്തോരാ കല കിടക്കണ വെളിപാട്. പുതിയ നിയമം അരച്ച് കലക്കിയ പഞ്ചായത്തിലെ എല്ലാ അരിമണിയും പറക്കി നോക്കി അവള് എവിടെ കിടക്കണേ നോക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് കണ്ടില്ല എന്ന് എന്റെ അടുത്ത് കംപ്ലൈന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, അത് പഴയ നിയമത്തിലാണ് തോന്നണേ, വായിക്കട്ടെ അങ്ങട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, നിങ്ങളുടെ ത്വര കണ്ടോ? ഏത്? അമ്മയുടെ സ്വർണ്ണം പെൺമക്കൾക്കെന്ന് പറയുമ്പോ എവിടെ കിടക്കണു, എന്താ ഒരു മൂച്ച്. ഇതുപോലെയാണ് മനുഷ്യര്. കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ കർത്താവെ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും സത്യമായിട്ട് നമ്മുടെ ഉള്ളിരിപ്പ് എന്താ? എനിക്കെന്ത് കിട്ടും? പ്രാർത്ഥന എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കലാണ് പ്രിയമുള്ളവരെ, കിട്ടലല്ല. നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവന് സ്നേഹമില്ല. കൊടുക്കണം. ദൈവം ചോദിപ്പതൊക്കെയോ നൽകുവാനൊരുങ്ങിടുവിൻ, സമർപ്പണത്തിൻ സമയമായി സമർപ്പിക്കുവിൻ സകലതും. ദൈവം ചോദിപ്പതൊക്കെയോ നൽകുവാനൊരുങ്ങിടുവിൻ. ഇന്നലെ പറഞ്ഞില്ലേ, ആ കൂടി കൊണ്ടുപോകാൻ പറ്റാവുന്ന സാധനം എന്താ? 2 റോള് പഞ്ഞി. ചക്കച്ചോളം പോലെ മൂക്കുള്ളവർക്ക് 3 റോള്. ഇത് മാത്രമേ തന്നു വിടുള്ളൂ. പിന്നെ പൊട്ടിയ പൊന്ത, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. പൊട്ടിയ പൊന്ത, കുരിശ്, ഒരു സാധനം. അണ്ണാക്കിലെങ്ങാനും ഇത്തിരി സ്വർണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത മോൻ മറക്കില്ല മോനെ. ആ ചേട്ടനും അനിയനും വീട് നിൽക്കണേടാ, ആ വാതിലടച്ച എന്ത് ചേട്ടാ? അപ്പന്റെ അണ്ണാക്കിൽ ഇത്തിരി സ്വർണ്ണം ഉണ്ടാ. എന്താ ചേട്ടായി പറഞ്ഞ? അപ്പം മരിച്ചു കിടക്കല്ല. അതൊന്നും കുഴപ്പമില്ല, എന്റെ താഴെയുള്ള കുട്ടിക്ക് ഒരു കമ്മലിനുള്ള സ്വർണ്ണം അവിടെ ഉണ്ട്. ആ ചേട്ടാ അപ്പം മരിച്ചിട്ട് എന്താണ്? അപ്പന് വേദന എടുക്കില്ലല്ലോ. ഇതെങ്ങനെ എടുക്കും? ചവണിയൊക്കെ ഞാൻ കൊണ്ടുണ്ടാ. എന്റെ അമ്മൂ, വാതിലടച്ചിട്ടുണ്ടല്ല, അപ്പന്റെ വായ കിട തൊട്ട വലിയാണ്. എന്താ മരിച്ചാളല്ലേ? അതുപോലെ എടുക്കും. നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ലൗകിക സമ്പത്ത് നിങ്ങൾ സമ്പാദിച്ചു. സ്വർഗീയ സമ്പത്ത് എന്ത് സമ്പാദിച്ചിട്ടുണ്ട് ഈ ലോകത്ത് നിന്ന് പോകുമ്പോ? നിന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന നിന്റെ ഭാര്യയും മക്കളും ഇവിടെ കിടക്കും, നീ പോകും. നീ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പോകുമ്പോ മനസ്സ് നിറയെ കർത്താവിനെ സ്നേഹിച്ചതിന്റെ സമ്പത്ത്, കർത്താവിന് വേണ്ടി ജീവിച്ചതിന്റെ സമ്പത്ത് ഉണ്ടാകോ നമുക്ക്?